നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. അറിയാതെ പോകരുത് എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ സൗന്ദര്യം എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം. സൗന്ദര്യം എന്നത് വെറും ശരീരത്തിൻ്റെ രൂപം മാത്രമല്ല, അത് ദൃശ്യമാകുന്നതും അനുഭവിക്കുന്നതും മനസ്സിൽ സ്പർശിക്കുന്നതുമായ ഒരു ഗുണമാണ്. എക്സ്റ്റേണൽ ബ്യൂട്ടി അഥവാ പുറം സൗന്ദര്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മുഖത്തിൻ്റെ ഭംഗി, ശരീരത്തിൻ്റെ ഘടന, നിറം, വേഷം, അലങ്കാരം ഇവ കണ്ണുകൾ കാണുന്ന സൗന്ദര്യം എന്നതാണ്. പക്ഷേ ഇത് കാലത്തിനൊപ്പം മാറുന്ന ഒന്നാണ്. എന്നാൽ ഉള്ളിലെ സൗന്ദര്യം അഥവാ ഇന്നർ ബ്യൂട്ടി എന്നത് മനസ്സിൻ്റെ ശുദ്ധി, കരുണ, സത്യസന്ധം, വിനയം, ആത്മവിശ്വാസം എന്നിവയാണ്. ഇവ കാലം കടന്നാലും മങ്ങലില്ലാത്ത സൗന്ദര്യമാണ്. ഒരാളുടെ പെരുമാറ്റം, സംസാര ശൈലി, മറ്റുള്ളവരെ കാണുന്ന വിധം ഇവയാണ് ഉള്ളിലെ ഭംഗി പ്രകടമാക്കുന്നത്. ജീവിത സൗന്ദര്യം അതായത് ബ്യൂട്ടി ഇൻ ലിവിങ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രകൃതിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം, ഒരു സംഗീതം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരം, ഒരു മനോഹര നിമിഷം അനുഭവിക്കുമ്പോൾ വരുന്ന ശാന്തി എന്നിവയാണ്. ഇവയും സൗന്ദര്യത്തിൻ്റെ രൂപങ്ങളാണ്. സൗന്ദര്യം കണ്ണുകൾ കാണുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല, ഹൃദയം അനുഭവിക്കുന്നിടത്തോളം വ്യാപിച്ചിരിക്കുന്നു. പുറം ഭംഗി നമ്മെ ആകർഷിക്കാം, പക്ഷേ ഉള്ളിലെ ഭംഗിയാണ് ബന്ധങ്ങളെ നിലനിർത്തുന്നത്. പുറം സൗന്ദര്യവും ഉള്ളിലെ സൗന്ദര്യവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. കണ്ണുകൾ കാണുന്ന ഭംഗി മുഖം, ശരീരഘടന, വേഷം, നിറം എന്നിവയാണ്. ഹൃദയം അനുഭവിക്കുന്ന ഭംഗി മനസ്സിൻ്റെ ശുദ്ധി, കരുണ, വിനയം തുടങ്ങിയവയുമാണ്. പുറം സൗന്ദര്യം കാലത്തിനൊപ്പം മങ്ങിപ്പോകും, എന്നാൽ ഉള്ളിലെ സൗന്ദര്യം കാലം കടന്നാലും മങ്ങുകയില്ല. പുറം സൗന്ദര്യം ജന്മസിദ്ധമായും അല്ലെങ്കിൽ ബാഹ്യപരിപാലനത്തിലൂടെയും കിട്ടുന്നതാണ്. എന്നാൽ ഉള്ളിലെ സൗന്ദര്യം സ്വഭാവത്തിലും പ്രവൃത്തികളിലും കൂടി വളരുന്നതാണ്. പുറം സൗന്ദര്യം ആദ്യം ആളുകളെ ആകർഷിക്കുന്നു, എന്നാൽ ഉള്ളിലെ സൗന്ദര്യം കാലക്രമേണ ആളുകളെ ബന്ധിപ്പിക്കുന്നു. പുറം സൗന്ദര്യം വ്യക്തി, വേഷം, അലങ്കാരം എന്നിവയിൽ ആശ്രിതമായിട്ടിരിക്കും. ഉള്ളിലെ സൗന്ദര്യം വാക്കുകൾ, സമീപനം, മനസ്സിൻ്റെ നിലയിലുള്ള ആശ്രിതത്വം എന്നിവയിൽ ആണ് നിലനിൽക്കുന്നത്. പുറം സൗന്ദര്യം പുറത്തുനിന്നുള്ള വിലയിരുത്തലുകൾക്ക് വളരെ ബാധകമാണ്, എന്നാൽ ഉള്ളിലെ സൗന്ദര്യം സ്വന്തം മൂല്യങ്ങളെ അറിയുന്നതുകൊണ്ട് സ്ഥിരതയുള്ളതാണ്. പുറം സൗന്ദര്യം കണ്ണിനെ സന്തോഷിപ്പിക്കും, എന്നാൽ ഉള്ളിലെ സൗന്ദര്യം ആത്മാവിനെയാണ് സന്തോഷിപ്പിക്കുന്നത്. പുറം ഭംഗി ആകർഷണം തുടങ്ങും, പക്ഷേ ഉള്ളിലെ സൗന്ദര്യം ബന്ധം നിലനിർത്തും. ജീവിതത്തിൽ ഇത് രണ്ടും വേണമെങ്കിലും ഉള്ളിലെ സൗന്ദര്യമാണ് ദീർഘകാലത്ത് കൂടുതൽ വിലപ്പെട്ടതെന്ന് മനസ്സിലാക്കാം. ഉള്ളിലെ സൗന്ദര്യം വളർത്താനുള്ള പ്രായോഗിക വഴികൾ എന്തൊക്കെയാണ്? കരുണ വളർത്തുക, മറ്റുള്ളവരുടെ പ്രശ്നം മനസ്സിലാക്കാൻ ശ്രമിക്കുക, സഹായം ചെയ്യാൻ അവസരം കണ്ടാൽ അത് വിട്ടുകളയരുത്. സത്യസന്ധത പാലിക്കുക, വാക്കിലും പ്രവൃത്തിയിലും ഒത്തുപോകുക, പൊള്ളയായ അഭിനയം ഒഴിവാക്കുക, ധനാത്മക ചിന്തകൾ നിലനിർത്തുക, പ്രശ്നങ്ങളിൽ പോലും നല്ല വശം കാണാൻ പരിശീലിക്കുക, പരാതിയേക്കാൾ പരിഹാരം തേടുന്ന ശീലമുണ്ടാക്കുക. വിനയം കൈവിടരുത്, അറിവും കഴിവുമുണ്ടെങ്കിലും അമിതാഭിമാനം കാണിക്കരുത്. ഞാൻ ശരി എന്ന പിടിവാശി കുറയ്ക്കുക, ക്ഷമ പഠിക്കുക, മറ്റുള്ളവരുടെ തെറ്റുകൾ മനസ്സിലാക്കി അവരെ ക്ഷമിക്കാൻ മനസ്സ് തുറന്നു വിടുക. ദ്വേഷം ദീർഘകാലം പിടിച്ചു നിർത്തരുത്. കൃതജ്ഞത പ്രകടിപ്പിക്കുക, ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുക. ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ തിരിച്ചറിയുക, സ്വയം പരിചയിക്കുകയും ആരോഗ്യം, മനസ്സിൻ്റെ സന്തുലനാവസ്ഥ, ആത്മവിശ്വാസം ഇവ വളർത്തുകയും ചെയ്യുക. സ്വയം വിലപ്പെട്ടവനായി കാണുക. നന്നായി കേൾക്കാൻ പഠിക്കുക, മറ്റുള്ളവരുടെ വാക്കുകൾ ഇടവിട്ട് തടസ്സപ്പെടുത്താതെ കേൾക്കുക. ശ്രദ്ധയോടെ കേട്ടാൽ അവർക്ക് ആദരവും സ്നേഹവും തോന്നും. സഹനശക്തി വളർത്തണം, കാര്യങ്ങൾ ഉടൻ സംഭവിക്കില്ലെന്ന് മനസ്സിലാക്കുക. അടിയന്തര പ്രതികരണങ്ങൾ ഒഴിവാക്കി ശാന്തമായി പ്രവർത്തിക്കുക. പങ്കിടാൻ പഠിക്കുക, അറിവ്, അനുഭവം, സന്തോഷം, സമാധാനം, സമയം എല്ലാം പങ്കിടുക. കൊടുക്കുമ്പോൾ മനസ്സ് തുറന്നിരിക്കണം. പ്രതിഫലം പ്രതീക്ഷിക്കാതെ, ഒന്നും ഓർക്കാതെ കൊടുക്കുക. ഒന്നോർക്കുക, പുറം സൗന്ദര്യം ജനനം തരുന്നതാണ്, എന്നാൽ ഉള്ളിലെ സൗന്ദര്യം ജീവിതത്തിൽ കൂടി നാം എടുക്കേണ്ടതാണ്. ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തിയെന്ന നിലയിൽ സൗന്ദര്യമെന്ന വാക്കിൻ്റെ അർത്ഥവ്യാപ്തി എന്താണ് എന്ന് പല സന്ദർഭങ്ങളിൽ കൂടിയും എനിക്ക് കാണാൻ ഇടവന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.